വെജിറ്റബിൾസ് ഒന്നും ഇഷ്ടമല്ലാത്ത പുട്ടുറുമീസുമാർക്കായി ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നു ക്യാരറ്റ് പുട്ട്. നൂൽപുട്ടല്ല, ചിരട്ടപ്പുട്ടല്ല, ക്യാരറ്റ് പുട്ട്. ഇതിനായി ചുവന്ന ക്യാരറ്റിനെ ചുവന്ന ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കണം. പിന്നെ ചെറിയ തേങ്ങയെ തല്ലി പൊട്ടിച്ച ശേഷം ചിരകിയെടുക്കണം. ചിരകിയ തേങ്ങയും ക്യാരറ്റും ഒരു പാത്രത്തിലെടുത്ത് അതിലേക്ക് അരിപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. പിന്നെ സ്വല്പം വെള്ളം ചേർത്ത് തരിതരിയായി കുഴച്ചെടുക്കണം. പുട്ടുപൊടികൾ അല്പം തരിതരിയായിരിക്കുന്നതാണ് നല്ലത്. ഇത് പുട്ട് പൊടി താഴേക്ക് വീഴാതിരിക്കാൻ സഹായിക്കും. പുട്ടുണ്ടാക്കാൻ ഒരു കുക്കറിൽ 1/4 ഭാഗം വെള്ളം എടുത്ത് വിസിലിടാതെ വെള്ളം തിളയ്ക്കാൻ വെക്കുക. അത് സ്റ്റീം വരുന്നത് വരെ തിളയ്ക്കണം. ആ സമയം കൊണ്ട് പുട്ടുകുറ്റിയിൽ ആദ്യം തേങ്ങ, പിന്നീട് 4 സ്പൂണോളം പുട്ടുപൊടി, വീണ്ടും തേങ്ങ, ഇങ്ങനെ മാറി മാറിയിട്ട് നിറച്ച് സ്റ്റീം വരുന്ന പാത്രത്തിൻ്റെ മുകളിലേക്ക് വെക്കണം. കുക്കറിൽ നിന്ന് സ്റ്റീം വരാൻ തുടങ്ങുമ്പോൾ പുട്ടുകുറ്റി എടുത്ത് അതിൻ്റെ മുകളിൽ വയ്ക്കുക. ഏകദേശം 10 മിനിറ്റിന് ശേഷം പുട്ടുകുറ്റിയുടെ മുകളിലെ ദ്വാരങ്ങളിൽ കൂടി സ്റ്റീം വൃത്തിയായി പുറത്തേക്ക് വരാൻ തുടങ്ങും. ഇതാണ് പുട്ടായി എന്നുള്ളതിനുള്ള സൂചന. തുടർന്ന് ചൂടുള്ള പുട്ടുകുറ്റി ശ്രദ്ധയോടെ എടുത്ത് പാത്രത്തിലേക്ക് വെച്ച ശേഷം നീളമുള്ള ഒരു കമ്പ് കൊണ്ടോ ചോപ്സ്റ്റിക്ക് കൊണ്ടോ പുട്ടിനെ കുത്തി പുറത്തേക്ക് എടുക്കുക. പിന്നെ കടലക്കറിയും കൂട്ടി നേരെ വിട്ട് വിഴുങ്ങുക.